കേരളത്തിൽ 35ഓളം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് കീഴിലുള്ള നഴ്സിംഗ് കോളേജുകളിലേക്ക് അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അതിൻ്റെ ഷെഡ്യൂൾ നോക്കുക. BSc നഴ്സിംഗിന് അപേക്ഷിക്കേണ്ട സമയം ജൂൺ 15 തുടങ്ങി ജൂലൈ 15 വരെയാണ്. 15/6/2024 തുടങ്ങി 15/7/2024. പോസ്റ്റ് ബേസിക്കിൻ്റെ ഡേറ്റും അതേ സമയം തന്നെ, MSc നഴ്സിംഗിൻ്റെതും അതേ സമയം തന്നെ. ഞാനിതിൽ മെയിനായിട്ട് BSc നഴ്സിംഗിൻ്റെ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ബാക്കി അപേക്ഷിക്കേണ്ടവർക്ക് ആ സമയം അവിടെയുണ്ട്, ഷെഡ്യൂൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൽ BSc നഴ്സിംഗിൻ്റെ ഫീസ് ഷെഡ്യൂൾ നോക്കുക. BSc നഴ്സിംഗിന് ആനുവൽ ട്യൂഷൻ ഫീ 73,025 രൂപ. കോഷൻ ഡെപ്പോസിറ്റ് ഇത് റീഫണ്ടബിൾ ആണ്, കോഴ്സ് കഴിയുമ്പോൾ തിരിച്ചു കിട്ടും, 10,000 രൂപ. സ്പെഷ്യൽ ഫീസ് 23,300 രൂപ. ഇനി സെക്കൻഡ് ഇയറിൽ നിന്ന് തുടങ്ങി 19,300 രൂപയാണ് സ്പെഷ്യൽ ഫീ വരിക. ആദ്യ വർഷം മാത്രമാണ് 23,300, പിന്നീട് 19,300 യൂണിഫോമിൻ്റെ ഫീ 5,500 രൂപയാവും. ടെക്സ്റ്റ് ബുക്കും മറ്റുമായിട്ട് 5,500 രൂപയാവും. അതേപോലെ റെൻറ്റ് ആൻഡ് മെസ്സും റെൻറ്റും എല്ലാം കൂടെ ചേർത്ത് 72,000 രൂപ. ഇതെല്ലാം ഇയർലി അടയ്ക്കേണ്ടതാണ്. എല്ലാ വർഷവും ഈ പറഞ്ഞ 23,300 കൂടാതെ 5,500 രൂപ യൂണിഫോമിന്, 5,500 രൂപ ബുക്കിനും മറ്റും, അതേപോലെ 72,000 രൂപ നിങ്ങളുടെ മെസ് ചാർജും റൂം റെൻറ്റും എല്ലാമായിട്ട് ആവുകയും ചെയ്യും. ഇത് ഈ പറഞ്ഞ ഫീസ് കൂടാതെയാണ്. ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് ഈ സൈറ്റിലാണ്. amcsfnck.com എന്നുള്ള സൈറ്റിൽ എൻ്റർ ചെയ്യുക. നിങ്ങൾക്കൊരു വാലിഡ് ഇമെയിൽ ID ഉണ്ടാവണം. അതില്ലാത്തവർക്ക് ഒരു Gmail ID ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം തുടങ്ങാം. ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ കുറേ ഡോക്യുമെൻറ്റും ഫോട്ടോയും ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിലൊന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. ആ ഫോട്ടോഗ്രാഫ് വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം, JPEG ഫോർമാറ്റിലായിരിക്കണം, മാക്സിമം സൈസ് 50 KB ആയിരിക്കണം. അതേപോലെ കുട്ടിയുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം, അതും JPEG ഫോർമാറ്റിലായിരിക്കണം, മാക്സിമം 50 KB ആയിരിക്കണം. പിന്നെ സ്കാൻഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ്, അതായത് 10th സർട്ടിഫിക്കറ്റ്, അതേപോലെ +2 സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അത് JPEG അല്ലെങ്കിൽ PDF ഫോർമാറ്റിലായിരിക്കാം, 500 KB താഴെ സൈസ് ആയിരിക്കണം. ഈ ആപ്ലിക്കേഷൻ്റെ ഫീസ് നോക്കുക. BSc നഴ്സിംഗിന് 1,200 രൂപയാണ്. എല്ലാത്തിനും 1,200 ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ BSc നഴ്സിംഗിനെ കുറിച്ചാണ് ഇപ്പോൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്കിത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വഴിയോ അടയ്ക്കാവുന്നതാണ്. ഞാൻ ഈ ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന 35ഓളം കോളേജുകളിലാണ്. അതായത് അമല തൃശ്ശൂർ തുടങ്ങി തിരുഹൃദയ കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം വരെയുള്ള 35 കോളേജുകളിലേക്കാണ് ഈ അഡ്മിഷൻ. ഇപ്പോൾ ഇവിടെ എല്ലാം തന്നെ ടോട്ടൽ സീറ്റിൻ്റെ 50% LBS വഴി ഫില്ലാവും. റിമൈനിങ് 50% ആണ് ഇതിൽ ഫില്ല് ചെയ്യുക. അതിൽ NRI ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. NRIയുടെ ഡീറ്റെയിൽ ഇതിൽ പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ മെറിറ്റ് സീറ്റിലുള്ള മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മലയാളത്തിലൊരു എക്സ്പ്ലനേഷൻ കൂടി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അതായത് ടോട്ടൽ സീറ്റിൻ്റെ 50% സീറ്റുകളിൽ NRI ഉൾപ്പെടാത്ത ബാക്കി സീറ്റുകളിലേക്കാണ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സൈറ്റ് AMCSFNCK എന്നുള്ള സൈറ്റിൽ എൻ്റർ ചെയ്ത് അതിൽ നിങ്ങളുടെ മെയിൽ IDയും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും ഫോൺ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആദ്യ സ്റ്റെപ്പ്. അങ്ങനെ ആ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് അതുപോലെ ഇമെയിലിലേക്കും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസർ IDയും പാസ്വേഡും അവർ അയച്ചു തരും. ഇത് കിട്ടിയ ഈ യൂസർ IDയും പാസ്വേഡും കിട്ടിയാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കി പ്രോസസ്സിലേക്ക് കടക്കാം. ഇനി ഓൺലൈൻ അപേക്ഷയിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഡോക്യുമെൻറ്റുകളുടെ കോപ്പി അപ്ലോഡ് ചെയ്യുക. അതിനുശേഷമേ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവൂ. സബ്മിറ്റ് ബട്ടൺ ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നെ നിങ്ങൾക്ക് വേറൊരു ചേഞ്ചും വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പിച്ചിട്ടേ സബ്മിറ്റ് ബട്ടൺ കൊടുക്കാവൂ. ഇനി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF ഫയലായിട്ട് നിങ്ങൾക്ക് ആ പ്രിൻ്റ് ഔട്ട് കാണാൻ പറ്റും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ അത് നിങ്ങളുടെ മെയിലിലേക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ ശ്രദ്ധിക്കുക, ഈ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഓഫീസിലോ കോളേജിലോ ഒന്നും നിങ്ങൾ എത്തിക്കേണ്ടതില്ല. ഓൺലൈൻ മാത്രമേ ഉള്ളൂ. ഓഫ്ലൈനായിട്ട് തപാലായിട്ട് നിങ്ങൾ അയക്കുകയേ വേണ്ട. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കുക. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 15. അതിനു മുമ്പ് കിട്ടുന്ന അപേക്ഷ മാത്രമേ പരിഗണിക്കൂ. നമ്മൾ ഈ പറഞ്ഞ 35 കോളേജുകളിലേക്ക് മറ്റൊരു ഒറ്റ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. അതുപോലെ നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും ഒക്കെ സേഫ് ആക്കുക, മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാതിരിക്കുക. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കുക. ഓരോരുത്തരും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കോളേജുകൾ ആദ്യം വയ്ക്കുക. നിങ്ങൾക്ക് വേണമെന്നുള്ള കോളേജ് ഏറ്റവും ആദ്യം വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അവിടെ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തേത്. അങ്ങനെ നിങ്ങളുടെ താല്പര്യാനുസരണമാണ്, മുൻഗണനാക്രമം അനുസരിച്ചിട്ടാണ് വയ്ക്കേണ്ടത്. ഒരു കുട്ടിക്ക് മാക്സിമം 15 കോളേജുകളിലേക്ക് ഓപ്ഷൻ, ഈ 35 കോളേജിൽ 15 കോളേജൊക്കെ മാക്സിമം ഓപ്ഷനിലേക്ക് വെക്കാം.
ഒരിക്കലും നിങ്ങളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കോളേജുകളുടെ മുൻഗണനാക്രമം മാറ്റാൻ പറ്റൂല. അതുകൊണ്ട് ശ്രദ്ധിച്ച് ആലോചിച്ചിട്ടേ ചെയ്യാവൂ. ഫീസ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. BSc നഴ്സിംഗിന് 73,025 രൂപ ട്യൂഷൻ ഫീ, 23,300 രൂപ സ്പെഷ്യൽ ഫീ. ഇത് കൂടാതെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ യൂണിഫോമിൻ്റെ ഫീ, അതേപോലെ മെസ് ഫീ, അതേപോലെ ബുക്കിൻ്റെ ഫീ, ഇതൊക്കെ അഡീഷണൽ വരുന്നുണ്ട്. ഇത് അവരുടെ ട്യൂഷൻ ഫീ ഇനത്തിൽപ്പെട്ടതാണ്. ഓക്കെ. അതുപോലെ ഈ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകളെല്ലാം തന്നെ നിങ്ങൾ ജൂലൈ 15 തന്നെ അപ്ലോഡ് ചെയ്യുകയും വേണം. നിങ്ങൾക്ക് അയക്കേണ്ട ഇപ്പോൾ NCL അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാനുള്ളതുണ്ട്. അത് എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല. അങ്ങനെ അപ്ലിക്കബിൾ ആയിരിക്കുന്നവരൊക്കെ അത് ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ എത്തിക്കുകയും വേണം. അപ്പോൾ ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണെന്നുള്ളതൊക്കെ ഞാൻ ഫൈനലൈസ് ചെയ്ത് പറയുന്നു. ഓൾറെഡി ഞാൻ ആ സൈറ്റിൻ്റെ അഡ്രസ്സ് പറഞ്ഞു. ആ സൈറ്റ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വാലിഡ് ഇമെയിലും മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ID ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ സൈസ് മുമ്പും പറഞ്ഞു. ഇതാ ഒരിക്കൽ കൂടി ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതേപോലെ മാർക്ക് ലിസ്റ്റുകളും ഒക്കെ അപ്ലോഡ് ചെയ്യണം. ഇനി അപ്ലോഡ് ചെയ്യേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്ന്, ഫസ്റ്റ് പേജ് ഓഫ് SLC ബുക്ക് അല്ലെങ്കിൽ ഇക്വലന്റ് ബോർഡ് സർട്ടിഫിക്കറ്റ്, ഏജ് തെളിയിക്കാനുള്ള ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. ഒന്ന്. രണ്ടാമത്തേത് +2 മാർക്ക് ലിസ്റ്റ്. ഓക്കെ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഈ 4 സബ്ജക്റ്റുകൾക്ക് 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഓക്കെ. ആ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതേപോലെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന്. ഇതിപ്പോൾ ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ അവർക്ക് മൈനോറിറ്റി സീറ്റിന് വേണ്ടി നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാം. അങ്ങനെ ക്രിസ്ത്യൻ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിൽ തെറ്റില്ല. അത് വില്ലേജിൽ നിന്നാണ് എടുക്കേണ്ടത്. അതേപോലെ SC ST കാൻഡിഡേറ്റ് അല്ലെങ്കിൽ OEC കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ അവരും എന്ത് ചെയ്യുക, വില്ലേജിൽ നിന്നുള്ള ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, NCL അപ്ലോഡ് ചെയ്യാം. കേരളത്തിന് വെളിയിൽ പഠിച്ചവർ, അതായത് കേരള ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ CBSE അല്ലെങ്കിൽ ICSE ആണെങ്കിൽ പ്രശ്നമില്ല. അതല്ല മറ്റ് സംസ്ഥാനങ്ങളുടെ സ്റ്റേറ്റ് ബോർഡിലൊക്കെ പഠിച്ചവരാണെങ്കിൽ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കുന്ന ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിലൂടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കോളേജുകളിലെ നേഴ്സിംഗിൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇതിൽ എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.